മെമ്പറിന്റെ സാന്നിധ്യത്തിലാണ് അയാൾ അടിച്ചത്. പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നിട്ടാണ് പോലീസ് ഇയാൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാത്തത്. അടിച്ച് നമ്മൾ കേസ് കൊണ്ട് കൊടുത്താൽ അവനെ വിളിക്കൂല, ഞങ്ങളെയാണ് വിളിക്കണത്. എതിർകക്ഷിയായ ജ്യോതികുമാറാണ് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിരുന്ന കുത്തി നടക്കണ വടി പിടിച്ചു പറിച്ച് എൻ്റെ മാമനെയും ഞങ്ങളെയും അടിച്ചത്. നമസ്കാരം. എൻ്റെ കൂടെ ചിറയൻകീഴ ഏന്തി സ്വദേശിയായ ഓമനമ്മയും മകളുമുണ്ട്. ഓമനമ്മയ്ക്ക് പ്രായം 70 കഴിഞ്ഞു. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം, അമ്മയുടെ മുഖമൊക്കെ അടിച്ച് തകർത്തിരിക്കുകയാണ്. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാടം വയ്ക്കാനായിട്ട് വണ്ടി കയറാൻ സമ്മതിക്കൂല. അതിന് ഞാൻ പരാതി കൊടുത്തവർക്ക് ചിറയൻകീഴ് സ്റ്റേഷനിൽ നിന്ന് നടപടി എടുക്കണില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരനെയും പിടിച്ചു വച്ച്, എൻ്റെ സഹോദരനെ എൻ്റെ ഭർത്താവിനെയും വിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്യും. ഞാനത് കണക്കാക്കി വന്നിരിക്കുകയാണ്. ഇത്രയും പരിക്ക് പറ്റിയിട്ട് അവിടുത്തെ സിയ പറയണ് എനിക്കൊരു പരിക്കും ഇല്ലെന്ന് പറയണ്. എന്നെ കണ്ണാശുപത്രിയിലും അവിടെ സ്കാൻ ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ട് എനിക്ക് നീതി കിട്ടിയില്ലേ, ഞാൻ ഇന്ന് അവിടെ ഞാൻ മരിക്കും. സി ഐ പറയണ് നമ്മൾ കൊടുത്ത പരാതിയല്ല, എതിർകക്ഷിയായ അടിച്ച ആള് കൊടുത്ത പരാതി എടുത്തിട്ടില്ല. എതിർകക്ഷിയായ ഞങ്ങളെ അടിച്ചിട്ട് കൊണ്ടു കൊടുത്ത പരാതിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അച്ഛനെയും മാമനെയും പിടിച്ച് സെല്ലിനകത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്യും, ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. വനിതാ കമ്മീഷന് കൊടുത്ത് അവിടെ വിളിച്ച് ഒത്തീർപ്പാക്കേയുള്ളൂ. മക്കളെ നേരത്തെ ഈ വഴി സംബന്ധമായ ഒരു പരാതി നമ്മൾ കൊടുത്തിട്ടും ഒരു പ്രാവശ്യമേ വിളിച്ചോളൂ. എന്നിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അടിയുണ്ട പാട് എനിക്കറിയാൻ പറ്റും. അത് ഒത്തുതീർപ്പാക്കണം എന്നാണ് സ്റ്റേഷനിൽ നിന്ന് പറയണത്. ഈ അമ്മയുടെ മുഖം കണ്ടിട്ടും ഒത്തുതീർപ്പാക്കണം എന്നാണ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളടുത്ത് പറയണത്. അത് ഈ എതിർകക്ഷി CPIയുടെ പ്രവർത്തകനായതുകൊണ്ട് MLAയും മന്ത്രിമാരും ഇടപെട്ട് വിളിച്ച് പറയണത് കൊണ്ടും ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും ഈ പ്രതിക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങൾ ഓരോ പരാതി കൊണ്ട് ചെല്ലുമ്പോഴും അവർ നമ്മളെ ഹാസ്യ രൂപത്തിലാണ് നോക്കി ചിരിച്ചിട്ട് എന്നും ഇത് തന്നെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ പറഞ്ഞു വിടണത്. എനിക്ക് പാർട്ടിയുടെ കേസ് ആവുന്നല്ല നോക്കുന്നത്, ഞാൻ നോക്കുന്നത് അമ്മയുടെ മുഖമാണ് നോക്കുന്നത്. കാരണം അമ്മയുടെ മുഖത്ത് ഇത്രയും പരിക്കുണ്ടായിട്ട് കക്ഷിയായ ആ ആളിന് ഒരു പരിക്കുമില്ലാതെ നല്ല സ്റ്റഡിയായിട്ട് നിന്ന ആളിനെ കണ്ടിട്ട് പറയുന്ന അത് രണ്ടുപേർക്കും കേസെടുക്കണം, അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കണം, ഇല്ലെങ്കിൽ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്യും എന്നാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ആ ആളിന് ഒരു പരിക്കുമില്ല. പഞ്ചായത്ത് മെമ്പർ സഹിതം ഉണ്ടായിരുന്ന അടി നടത്തുന്ന സമയത്ത് അയാളാണ് അടിച്ചത്, ഞങ്ങൾ അടിച്ചില്ല. ഈ എതിർകക്ഷിയായ ജ്യോതികുമാറാണ് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിരുന്ന കുത്തി നടക്കണ വടി പിടിച്ചു പറിച്ച് എൻ്റെ മാമനെയും ഞങ്ങളെയും അടിച്ചത്, അല്ല ഞങ്ങളല്ല അയാൾ അടിച്ചത്. വടി കൊണ്ടാണ് അടിച്ചത്. എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്റെ തലയിൽ അടിച്ച് എന്റെ കൈ മൊത്തം അള്ളിക്കീറി. ഒന്നാമത് തൈറോയിഡ് രോഗിയായ ഞാനാണ്. എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ച് എന്റെ കൊച്ചിനെ ഞെരുക്കി വെച്ച്, എനിക്കാണെങ്കിൽ ചെവിത്തയില്ല, ഓർമ്മയില്ല, ഒന്നുമില്ല. അടി കിട്ടിയപ്പോ ഞാൻ അങ്ങ് തളർന്ന് വീണുപോയി. ഇങ്ങനെ വീങ്ങിയിരുന്നു ഇവിടെ. എന്നിട്ട് അതാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇത്രയും വീങ്ങിയിരുന്നു, അതാണ് കണ്ണിലോട്ട് ഇറങ്ങണത്. ഞങ്ങളെ പെരേടവും കൊടുത്ത് ഞങ്ങൾ പൈസയും കൊടുത്ത് ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്കൊരു വണ്ടിയൊന്നും ഇടാം. ഞങ്ങളെ വണ്ടി തടഞ്ഞു വെച്ചുകൊണ്ട് അവനും അവൻ്റെ കൂട്ടാളികളും കൂടെ ഞങ്ങളെ ഇവിടെയാണ് അടിക്കാൻ വരണത്. അതാണ് ഇത്. ഞാൻ അവിടെ ഇരുന്നോണ്ടാണ് ഞാൻ മെനിങ്ങാന്ന് വിളിച്ചത്. ആ വഴിയിൽ ഇരുന്നോണ്ട് വണ്ടി വന്നിട്ട് വണ്ടി തിരിച്ചു വിട്ട്. ഇല്ല, പഞ്ചായത്ത് മെമ്പറിന്റെ സാന്നിധ്യത്തിലാണ് അയാൾ അടിച്ചത്. പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇന്ന് എൻ്റെ ഭർത്താവിനെ എൻ്റെ സഹോദരൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകില്ല, ഞാൻ അവിടെ മരിക്കും. ഞാനത് കണക്കാക്കിയാണ് തിരിച്ചു പോണത്. ഇനി ഈ അമ്മയ്ക്ക് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ട് ഇന്നലെയും ഞാൻ അവിടെ പോയിരുന്നു. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇന്ന് നിങ്ങളെ അവിടെ വിളിപ്പിക്കും, അപ്പോഴും ചെന്നാ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് പരാതി എടുക്കാതെ അവന്റെ പരാതി എടുത്ത് സാറ് പറഞ്ഞത് സത്യസന്ധമായ രീതിയിൽ, ഡിവൈഎസ്പി സാറ് പറഞ്ഞത് സത്യസന്ധമായ രീതിയിൽ നീതിപൂർവമായ കാര്യമേ ചെയ്യാവോളം എന്നാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഡിവൈഎസ്പി എന്റെ മുമ്പാച്ചാണ് സാറ് പറഞ്ഞത് സത്യസന്ധമായ കാര്യത്തിന് അവര് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന്. ആള് എതിർകക്ഷി പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാതെ ഈ കണക്കിന് അയാളെ വളർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കഞ്ചാവ് അടിച്ച് മദ്യം കുടിച്ചിട്ട് ഞങ്ങളെ ദ്രോഹിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. ആ ആളിന് മദ്യപിച്ച പ്രാന്താണ്. അങ്ങനത്തെ ഒരു ക്രിമിനൽ ഒത്തിരി പേർക്ക് അറിയാം ഇയാളുടെ ഈ ക്രിമിനൽ സ്വഭാവം. എന്നിട്ടാണ് പോലീസ് ഇയാൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാത്തത്.
അടിച്ച് നമ്മൾ കേസ് കൊണ്ട് കൊടുത്താൽ അവനെ വിളിക്കൂല, ഞങ്ങളെയാണ് വിളിക്കണത്. ആ പ്രതിയല്ലേ ആദ്യം വിളിക്കാനുള്ളത്, അല്ലാതെ കൊടുക്കണം ഞങ്ങളെയാണ് ആദ്യം വിളിച്ച് വഴക്ക് പറയണത്. ഏതായാലും ഞങ്ങളുടെ ദൃശ്യങ്ങൾ സത്യം വിളിച്ച് പറയും. കാരണം അമ്മയുടെ മുഖം കാണുമ്പോൾ അറിയാം അമ്മയ്ക്ക് എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു 70 വയസ്സുള്ള സീനിയർ സിറ്റിസനെ, ഒരു സ്ത്രീയെ അടിച്ചിട്ട് പോലീസ് ഇങ്ങനെ പക്ഷാപാതം കാണിക്കുന്നു എന്നാണ് അമ്മയുടെയും മകളുടെയും പരാതി. ഏതായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കും സമൂഹ മനസാക്ഷിയിലേക്കും ഞാൻ ഈ വാർത്ത എത്തിക്കുകയാണ്. ന്യായമായ വിധി ഉണ്ടാകട്ടെ, ന്യായമായ നടപടി ഉണ്ടാകട്ടെ. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.